ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഗരം മസാല പൗഡറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇനി കടകളിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗരം മസാലയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ആദ്യം തന്നെ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാ അളവും ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് തന്നെ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. അപ്പോൾ അതൊരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതേപോലെ തന്നെ പാനിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏലക്ക നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഒപ്പം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി. അതും ഞാൻ 1/2 ഗ്ലാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പട്ടയാണ്. അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ അതൊരു 1/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ എല്ലാം തന്നെ ഈ ഒരു ഗ്ലാസ്സിലാണ് മെഷർ ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ്സോ കപ്പോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ മെഷർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാ സ്പൈസസും നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ വേണം എടുക്കാനായിട്ട്. ഇനി എല്ലാ സ്പൈസസും നമുക്ക് ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഗരം മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണിയിൽക്കാണെങ്കിലും അതുപോലെ തന്നെ കറികളിൽക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.